ഗൈസ് നമുക്ക് കുറച്ച് കസ്റ്റാർഡ് ഉണ്ടാക്കിയാലോ. വെറുതെ ഇരുന്നപ്പോൾ തിന്നാനൊരു തൊര. അപ്പം നമുക്ക് ഉണ്ടാക്കാം. ആയോ? സോ ആദ്യം ഇതിന് വേണ്ടത് നമുക്ക് പാലാണ്. അപ്പോൾ നമ്മൾ പാലൊക്കെ എടുത്ത് പിന്നെ നമ്മളൊരു അതായത് കസ്റ്റാർഡ് പൗഡർ ആണല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മളത് മിക്സ് ആക്കി പിന്നെ നമ്മൾ പാൽ തിളപ്പിക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് അതിങ്ങനെ തിളച്ച് വരാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ആ ഒരു സംഭവം, അതായത് കസ്റ്റാർഡ് കലക്കി വെച്ച് നമ്മൾ അതിലോട്ട് ഒഴിക്കുക. അപ്പോൾ ഇതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതായത് പാലിന് വെള്ളം ഇത്തിരി കൂടിപ്പോയതുകൊണ്ട് ഒരുമാതിരി ഇരിക്കണം. പിന്നെ നമ്മളത് കുറച്ചും കൂടി പൊടിയൊക്കെ ആക്കി സെറ്റാക്കിയപ്പോഴത്തേക്കും എന്തൊക്കെയൊക്കെ കാട്ടി സെറ്റാക്കി. പിന്നെ അത് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വെച്ച്, അതായത് കുറച്ച് ചൂടൊക്കെ ആറാൻ വേണ്ടി വെച്ചു. അപ്പോൾ ആ ടൈമിൽ ഞാൻ പാത്രമൊക്കെ കഴുകി പിന്നെ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച്. പിന്നെ നമ്മൾ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു, ഈ കസ്റ്റാർഡ് ആക്കിയാൽ പിന്നെ ഫ്രൂട്ട്സ് എത്തിയിരുന്നല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ മാങ്ങ എന്തൊക്കെയോ കാട്ടി ചെത്തുന്നുണ്ട് ഗൈസ്. എന്തൊക്കെയോ രീതിയിലാണ് നമ്മൾ ചെത്തി വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലിരുന്ന് തണുത്ത കസ്റ്റാർഡ് നമ്മൾ അതിലോട്ട് ഒരു 2 ബൗളിലോട്ട് ഒഴിച്ച് പിന്നെ നമ്മൾ ആകൃതിയില്ലാത്ത മാങ്ങ ഇട്ട് പിന്നെ നമ്മൾ കുറച്ച് ഡെക്കറേഷന് മുന്തിരിങ്ങ ഇട്ട് സെറ്റാക്കി പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്തൊക്കെയാണ്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.